പ്രിയപ്പെട്ടവരെ നമസ്കാരം. വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സജീവേട്ടന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. കുംഭമേള നഗരിയിലാണ്, മഹാമാഘ ഉത്സവ നഗരിയിലാണ്. എന്തായാലും സജീവേട്ടനോട് തന്നെ നമുക്ക് സജീവേട്ടന്റെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. സജീവേട്ടൻ നമസ്കാരം. നമസ്കാരം. എങ്ങനെ നോക്കി കാണുന്നു സജീവേട്ട നമ്മുടെ കുംഭമേള, കേരള കുംഭമേള? കേരള കുംഭമേള എന്ന പേരിൽ അറിയപ്പെട്ട മാഘമഹോത്സവം നാളെ അവസാനിക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ സംഘാടകന്മാർ ഉദ്ദേശിച്ചതിനേക്കാൾ അതിൻ്റെ ഒരു 10 മടങ്ങോ അല്ലെങ്കിൽ 50 മടങ്ങിയോ പരിപാടി വിജയിച്ചതായിട്ടാണ് എല്ലാവരും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം കേരളം ഇതുപോലൊരു മേള ഏറ്റെടുക്കുമോ എന്നുള്ള സംശയമായിരുന്നു എല്ലാവരും തുടക്കത്തിൽ പ്രകടിപ്പിച്ചതെങ്കിൽ കേരളത്തിലും ഇത്തരം കാര്യങ്ങൾ ദഹിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച തീരുമാനമായി ജനങ്ങളുടെ മുമ്പിൽ ഈ മാഘമഹോത്സവം മാറിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടന്നു വന്നിട്ടുള്ള യാഗങ്ങളുടെയും വേദമന്ത്രോച്ചാരണങ്ങളുടെയും ഈ സന്യാസി പരമ്പരകളുടെയും ഒക്കെ സംഗമം, അത് ശരിക്കും ഒരു ആത്മീയ ആനന്ദത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായിട്ടുള്ള ആ ത്രിമൂർത്തികളുടെ ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. ത്രിമൂർത്തി പൂജ നടക്കുന്നു എന്ന് പറയും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം കൊണ്ട് പുണ്യമായിട്ടുള്ള ഈ ഭൂമിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിലെ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് വാരണാസിയിലെയോ ഉജ്ജയിനിലെയോ ഇത്രയും ദൂരെ പോയിട്ട് അവിടെ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് ആനന്ദം ഇവിടെ നടക്കുന്ന ഓരോ പൂജകളിലും ആരതിയിലും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു വിദേശ വനിതയോട് തൊട്ടു മുമ്പേ എൻ്റെ അടുത്ത് നിന്ന് കുമ്മനം രാജേട്ടൻ ചോദിക്കുകയുണ്ടായി, ഹൗ ഡു യു ഫീൽ? അപ്പം അവർ തുറന്നു പറയാണ്, എനിക്ക് ആ ഫീല് വിശദീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ് ആ വനിത പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ലഭിക്കുന്ന ആ അനുഭൂതി വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സജീവേട്ട, ഇതിന്റെ രാഷ്ട്രീയ വിരുദ്ധത നമ്മൾ ആദ്യ സമയങ്ങളിൽ തന്നെ കണ്ടു. സ്റ്റേ കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക, അതിന്റെ പേരിൽ തന്നെ നമുക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ തുറന്നു വിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നെ നീതിന്യായ വ്യവസ്ഥകൾ ഇടപെട്ടത് കൊണ്ട് തന്നെ അതിനൊക്കെ പിന്നെ പരിഹാരം കണ്ടു. എങ്ങനെയാണ് ഇതിലെ രാഷ്ട്രീയ എതിർപ്പുകളെ സജീവേട്ടൻ നോക്കി കാണുന്നത്? അല്ല, അത് നമ്മളെ ഒരു ഇപ്പോഴുള്ള ഒരു സ്വഭാവ വൈകല്യമാണ്. കണ്ണുമടച്ച് എന്തിനേയും എതിർക്കുക എന്നുള്ള ഒരു സ്വഭാവം. ആ സ്വഭാവം നല്ലതിനല്ല എന്ന് നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചാലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ കുംഭമേള എന്ന് പറയുമ്പോൾ നമ്മൾ കാശിയിൽ കുംഭമേളയായാലും അതിൻ്റെ ഇവിടെ ചില ആളുകൾ തൽപര കക്ഷികൾ നടത്തിയിട്ടുള്ള ചില നെഗറ്റീവ്സ് ഉണ്ട്. കുംഭമേള എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നെഗറ്റീവ്സിനെ വെച്ച് പ്രതിരോധിക്കാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യം വന്നപ്പോൾ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ അനുഭൂതി പറഞ്ഞറിയിക്കാൻ സാധിക്കാവുന്നതല്ല. തീർച്ചയായിട്ടും അത്തരം തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 2028 12 മാസം കൂടുന്ന മാമാങ്കത്തിൻ്റെ യഥാർത്ഥ ആവിഷ്കാരം നടത്താൻ വേണ്ടി പോകുന്ന 2028 എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വേണമെങ്കിൽ ഇതിനെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇത്രയും വൻ വിജയമായ സ്ഥിതിക്ക് ഇനി ഇതിനെതിരായിട്ടുള്ള ഒരു ശബ്ദവും നിലനിൽക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വന്നവർ ഓരോരുത്തരും ഈ അനുഭൂതിയെ സംബന്ധിച്ച് പറഞ്ഞ് കേട്ടിട്ടാണ് പണിമുടക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ആളുകളുടെ ഒരു മർമറിങ്ങിലൂടെ സത്യത്തിൽ ഇന്ന് എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ടാണ്. കാരണം നാളെ അവസാനിക്കാൻ പോവുകയാണല്ലോ
ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇന്ന് ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഞാനടക്കം ഇന്നിവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആ അനുഭൂതിക്ക് മുമ്പിൽ അത്തരം ബാലിശമായ പ്രചരണങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതില് രാഷ്ട്രീയ വിരുദ്ധതയെ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇവിടെ സെലക്റ്റീവ് മതേതരത്വം, അല്ലെ സജീവട്ട? ഇവിടെ ഇപ്പോ മാരമൺ കൺവെൻഷനെ കുറിച്ചിട്ടാണെങ്കിലും മറ്റ് നേർച്ചകളെ കുറിച്ച് നമ്മൾ ജാതീയപരമായിട്ട് പറയുകയല്ല, പക്ഷെ അതിനോട് കാണിക്കുന്ന ഒരു നയവും ഇതുപോലെ ഹിന്ദുത്വത്തിന്റെ അതല്ലെങ്കിൽ ഹൈന്ദവരുടെ എന്തെങ്കിലും ആഘോഷമോ ആചാരമോ വരുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു വിരുദ്ധതയും ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഞാൻ പറയാൻ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. കേരളം എന്നൊരു മതരാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മതരാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റുന്ന സമയത്ത് അതായത് സംഘടിത മതങ്ങളോട് സോഫ്റ്റ് കോർണർ സ്വീകരിക്കുകയും അല്ലാത്തവരുടെ നെഞ്ചത്ത് കയറുകയും ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം എല്ലാ രാഷ്ട്രീയക്കാർക്കുമുണ്ട്. അത് പയറ്റാനുള്ള ശ്രമമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. കാരണം ചില രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പ്രസ്താവന ഇറക്കി. അത് നെഗറ്റീവായിട്ട് മാറും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം പറയുകയാണ്, ഞാൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ ജയിലിൽ പോയാൽ ഖുറാൻ വായിക്കാൻ വേണ്ടി പോകുന്നു. എത്ര ഒരു പരിഹാസ്യമായിട്ടുള്ളൊരു നിലപാടാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ, അല്ലെങ്കിൽ ഒരു മതത്തോടും വിധേയത്വമില്ല എന്ന ഒരു ശക്തനായ മതേതരവാദിയാണ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നാവിൻ തുമ്പത്ത് വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടിത മതങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ നേടാനുള്ള ഒരു നാടകവും ഒരു മത്സരവുമാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അസംഘടിതരായിട്ടുള്ള ആളുകളുടെ നെഞ്ചത്തേക്ക് കുതിര കയറുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ്. അതിനെ അത്തരം ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം അതുകൊണ്ടൊന്നും ഈ വരുന്ന ഈ കുത്തൊഴുക്കിനെ, യഥാർത്ഥ ആത്മീയമായിട്ടുള്ള കുത്തൊഴുക്കിനെ തടയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബാലിശമായ എതിർപ്പിന്റെ പിന്നാലെ പോവേണ്ടതില്ല എന്നുള്ളതാണ് ഈ നിമിഷം എനിക്ക് തോന്നുന്നത്. ഇനി വരാതെ അതല്ലെങ്കിൽ വരാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ജനസഹസ്രങ്ങളുണ്ട്. അവരോട് സജീവേട്ടനായിട്ടുള്ള ഒരു അഭ്യർത്ഥന എന്താണ്? അല്ല, തീർച്ചയായിട്ടും കഴിയാവുന്നവർ, ഞാനിപ്പോ ഇന്ന് കൂടെ വന്നിട്ടുള്ള ആള് തന്നെ വിദേശത്ത് സെലാലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ ഒന്ന് വരണം എന്നുള്ളത് കൊണ്ട്, അല്ലെ അദ്ദേഹം കാശിയിലൊക്കെ നിരവധി തവണ പോയിട്ടുള്ള ആളാണ്. പക്ഷെ 3 ദിവസത്തേക്ക് അദ്ദേഹം അവിടെ നിന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് എടുത്ത് വന്നു. ഇന്ന് ഇവിടെ മുഴുവൻ സമയവും ഇവിടെ ചെലവഴിച്ച് തിരിച്ചു പോവുകയാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എന്നോട് വിവരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ലൈവായി കാര്യങ്ങൾ ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു അനുഗ്രഹവുമാണ്. ഓക്കെ, എന്തായാലും സജീവേട്ട ഇത്രയും കാര്യങ്ങൾ മാന്യ പ്രേക്ഷകരോട് സംവദിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.